ഓം ഗുങ്കുരിപ്യോ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. നാരായണീയം ദശകം 86, ശ്ലോകം 7-8. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം പാതാലേശമനിശം ഹൃദി ഭാവയാമി. ശ്ലോകം 7. ഭക്തോത്തം സേയദഭീഷ്മി തവധരണിഭരക്ഷേവകൃത്യൈകസക്തേ നിത്യം നിത്യം വിവിന്ദത്യമനിവൃൻ അയുധം പ്രാപ്തസാധേച്ച പാർത്തേ നിശസ്ത്രപ്രതിജ്ഞാം വിജഹൻ അരിവരം ധാരയൻ ക്രോധശാലി ആധാവാൻ പ്രാജ്ഞലിം തം നദശിരസ്വധോ വീക്ഷ്യ മോദാൻ അഭാഗാഹ. അന്വയം അർത്ഥം. അധ അനന്തരം, തവ അവിടുത്തെ, ഭക്തോത്തംസേ ഭക്താഗ്രഗണ്യനായ, ഭീഷ്മേ ഭീഷ്മൻ, ധരണിഭരക്ഷേപ കൃത്യൈകസക്തി ഭൂമിയുടെ ഭാരം മാറ്റുന്ന കാര്യത്തിൽ മാത്രം താത്പര്യമുള്ളവനായി, നിത്യം നിത്യം ഓരോ ദിവസവും അപന്യവൃതയുധം 10,000 വീതം രാജാക്കന്മാരെ വിബന്ധതി കൊന്നുകൊണ്ടിരുന്നപ്പോൾ, പാർത്ഥേച്ഛ അർജുനനും പ്രാപ്തസാദേ തളർന്നപ്പോൾ, നിശസ്തത്ര പ്രതിജ്ഞാം ആയുധം ധരിക്കുകയില്ലെന്നുള്ള പ്രതിജ്ഞയെ വിജഹാൻ ഉപേക്ഷിച്ച്, അരിവരം ശ്രേഷ്ഠമായ സൂസനചക്രത്തെ ധാരയൻ എടുത്തവനായിട്ട്, ക്രോധശാലി ഇവ കോപമേറ്റവനെന്ന പോലെ, അഥാവാൻ ഓടിയെടുത്തിട്ട്, അധ പിന്നീട്, പ്രാജ്ഞലിംഗ് കൂപ്പുകയ്യോടെ, നദശിരസം തല കുനിച്ചവനായ, തം ആ ഭീഷ്മരെ വീക്ഷ്യ കണ്ടിട്ട്, മോദാൻ സന്തോഷത്താൽ, അഭാഗാഹ പിന്തിരിഞ്ഞു. ഹരിവു. സാരം: ഭഗവത് ഭക്തന്മാരിൽ ഒന്നാമനായ ഭീഷ്മർ ഭൂമിഭാരം കുറയ്ക്കാൻ വേണ്ടി പതിവായി 10,000 രാജാക്കന്മാരെ കൊന്നൊടുക്കിക്കൊണ്ടിരുന്നു. അർജുനൻ ഭീഷ്മ ശരപാതമേറ്റ് തളർന്ന അവശനായി തീർന്നപ്പോൾ, ശ്രീകൃഷ്ണൻ ചക്രായുധമെടുത്ത് ഭീഷ്മരുടെ നേർക്ക് തിരിഞ്ഞു. ഭീഷ്മർ ആയുധം താഴെ വെച്ച് ഭഗവാനെ വണങ്ങി, ഭഗവാൻ ഭക്ത സംരക്ഷണം നടത്തിയതിൽ സന്തോഷിച്ച് പിൻവാങ്ങുകയും ചെയ്തു. ഹരിവോ. ഓം ഗുങ്കുരിപ്യോ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ശ്ലോകം 8. കുന്തേ ദ്രോണസ്യ ഹസ്തി സ്ഥിരരണ ഭഗദത്തേരിതം വൈഷ്ണവാസ്ത്രം വക്ഷസ്യാദത്തചക്ര സ്ഥഗിതരവി മഹാപ്രാർദ്ധയൻ സിന്ധുരാജം നാഗാസ്ത്രേ കർണമുക്തേക്ഷിതി അവനമയൻ കേവലം കൃത്തമൗലിം തത്രേ തത്രാപി പാർത്ഥം കിമപി നഹി ഭവാൻ പാണ്ഡവാനാമകാർഷീൻ. അന്വയം അർത്ഥം. ദ്രോണസ്യ ദ്രോണാചാര്യന്റെ യുദ്ധത്തിൽ അസ്ഥിസ്ഥിരരണ ഭഗദത്തേരിതം ആനപ്പുറത്തിരുന്ന യുദ്ധം ചെയ്യുന്ന ഭഗദത്തൻ തൊടുത്തുവിട്ട വൈഷ്ണവാസ്ത്രം നാരായണാസ്ത്രം ഭവാൻ അവിടുന്ന് പക്ഷസി മാറിൽ ആദത്ത വഹിച്ചു. ചക്രസ്ഥഗിതരവി ചക്രം കൊണ്ട് മറയ്ക്കപ്പെട്ട മഹാ സൂര്യദേശത്തോടു കൂടിയ സിന്ധുരാജം ജയദ്രഥനെ പ്രാർദ്ധയൻ അർജുനനാൽ കൊല്ലപ്പെട്ടവനാക്കി വയ്ക്കുന്നവനായ നാഗാസ്ത്രം കർണമുക്തി കർണൻ പ്രയോഗിച്ചപ്പോൾ, ക്ഷിതിങ് അവനമയൻ ഭൂമിയെ
കീഴ്പോട്ടമർത്തിയിട്ടേ തത്രാവി അവിടെയും ആ സന്ദർശത്തിലും പാർത്ഥം അർജുനനെ കേവലം കൃത്തമൗലിയും കിരീടം മാത്രം മുറിക്കപ്പെട്ടവനായി തത്രേ രക്ഷിച്ചു. പാണ്ഡവന്മാർക്ക് ഇഹ ഇവിടെ കിം എന്താണ് ന അകാർഷീൻ ചെയ്യാതിരുന്നിട്ടുള്ളത്. ഹരിവും സാരം ദ്രോണൻ സേനാധിപതിയായി കുരുക്ഷേത്ര യുദ്ധം ഏറ്റെടുത്ത് നടത്തിയപ്പോൾ ആനപ്പുറത്തുറച്ചിരുന്നു യുദ്ധം ചെയ്തു ഭഗദത്തൻ നാരായണാസ്ത്രം അർജുനന്റെ നേർക്കയക്കുകയും അത് ഭഗവാൻ തൻ്റെ മാറിൽ ആഭരണമാക്കുകയും ചെയ്തു. അർജുനനെ കൊണ്ട് ഭഗദത്തനെ വധിപ്പിച്ചു. സുദർശന ചക്രം കൊണ്ട് സൂര്യനെ മറച്ചിട്ട് അഭിമന്യു നടത്തിയ ജയദ്രഥനെ അർജുനനെ കൊണ്ട് ഭഗവാൻ കൊല്ലിച്ചു. കർണൻ തൊടുത്തുവിട്ട നാഗാസ്ത്രം അർജുനന്റെ ശിരസ്സിന് നേർക്ക് വന്നപ്പോൾ തൻ്റെ പെരുവിരൽ അമർത്തി രഥം താഴ്ത്തിയത് നിമിത്തം അർജുനന്റെ കിരീടവുമായി നാഗാസ്ത്രം പാഞ്ഞുപോയി. അർജുനൻ രക്ഷപ്പെടുകയും ചെയ്തു. പാണ്ഡവന്മാർക്ക് വേണ്ടി ഭഗവാൻ കൃഷ്ണൻ എന്തൊക്കെയാണ് ചെയ്യാതിരുന്നിട്ടുള്ളത്. ഹരിവും